2025 ഓഗസ്റ്റ് 15 ഇന്ത്യ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. രാജ്യത്തെ 140 കോടി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് സംസാരിക്കുന്നു. आज मैं बहुत गर्व के साथ एक बात का जिक्र करना चाहता हूं. രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുള്ളത് അധികാരത്തിലിരിക്കുന്നവർ മാത്രമല്ലെന്നും കോടിക്കണക്കിന് സാധാരണക്കാരുടെ അധ്വാന ശക്തി കൂടിയാണെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നു. ഇതിന്റെ തുടർച്ച എന്നോണം ഒരു സംഘടനയെ മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേരെടുത്തു പരാമർശിക്കുന്നു. आज से 100 साल पहले एक संगठन का जन्म हुआ, राष्ट्रीय स्वयंसेवक संघ. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് 1925 ഒരു വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ വെച്ച് ഡോക്ടർ KB ഹെഡ്ഗേവാർ തുടക്കം കുറിച്ച സംഘടന. ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിക്കാൻ തനിക്കാവുന്നത് ചെയ്യുക എന്നത് ഓരോ ഹിന്ദുവിൻ്റെയും കടമയാണ്. ഈ പരമോന്നതമായ ഉത്തരവാദിത്വം നിർവഹിക്കുക മാത്രമാണ് സംഘപരിവാർ ചെയ്യുന്നത്. RSS എന്ന സംഘടനയുടെ മിഷൻ ഹെഡ്ഗേവാർ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. സംഘടനയുടെ 100ാം വാർഷിക ദിനാഘോഷത്തിന്റെ ഭാഗമായി രാഷ്ട്ര നിർമ്മാണത്തിൽ RSSന്റെ പങ്കിനെ ആദരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകമായി ഡിസൈൻ ചെയ്ത പോസ്റ്റേജ് സ്റ്റാമ്പും കോയിനുമെല്ലാം പുറത്തിറക്കുകയുമുണ്ടായി. കഴിഞ്ഞ 100 വർഷ കാലയളവിൽ രാജ്യത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഘടനയെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ RSSന് കഴിഞ്ഞിട്ടുണ്ട്. ബീഫ് കൈവശം വെച്ചു എന്നാരോപിച്ച് മനുഷ്യരെ ആക്രമിക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന, മുസ്ലിം പള്ളികൾക്ക് നേരെ അക്രമമഴിച്ചുവിടുന്ന തീവ്ര ഹിന്ദുത്വ സംഘടനകളിലൂടെ മാത്രമല്ല സംഘപരിവാർ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് സ്വാഭാവികമെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇഴുകിച്ചേരുക വഴി കൂടിയാണ്. എന്നാൽ പ്രായോഗികമായി ഇതെങ്ങനെ നടപ്പാക്കുന്നു എന്ന് RSS ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അവർ ഏതൊക്കെ രീതിയിൽ എവിടേക്ക് പ്രവർത്തിക്കുന്നു എന്നതിന് യാതൊരു തെളിവുകളുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയെന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും NGO ആയോ മതപരമായ ട്രസ്റ്റായോ മറ്റേതെങ്കിലും തരത്തിലുള്ള ലീഗൽ എൻറ്റിറ്റിയായോ RSS രജിസ്റ്റർ ചെയ്തിട്ടില്ല. രേഖാമൂലം നിലനിൽക്കുന്ന ഈ അവ്യക്തതയാണ് നിയമപരമായ എല്ലാ ബാധ്യതകളെയും മറികടക്കാൻ RSSനെ സഹായിക്കുന്നത്. അംഗങ്ങളുടെ പട്ടികയില്ല, എഴുതപ്പെട്ട സംഘടനാ സംവിധാനമില്ല, പോഷക സംഘടനകൾ ഏതൊക്കെയെന്ന് പൂർണ്ണമായും അറിവില്ല. രാജ്യതലസ്ഥാനത്ത് സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പണി കഴിപ്പിച്ചിട്ട് പോലും സാമ്പത്തിക സ്രോതസ്സുകൾ പൊതുമണ്ഡലത്തിൽ വെളിപ്പെടുത്തേണ്ടി വരാത്തതും ഇതുകൊണ്ട് മാത്രമാണ്. നിയമപരമായി ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന രീതിയിലാണ് RSS രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് RSS മേധാവി മോഹൻ ഭാഗവത് പറയുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത്, സേവാഭാരതി, ഭാരതീയ മസ്ദൂർ സംഘ് തുടങ്ങിയ ചുരുക്കം സംഘടനകളെ മാത്രമാണ് ഔദ്യോഗികമായി RSS അവരുടെ പോഷക സംഘടനകളായി അംഗീകരിക്കുന്നത്. അത്തരത്തിൽ പരസ്യമായി അംഗീകരിക്കാത്ത സംഘടനകളുമായി അകലം പാലിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ മുതൽ പൊതുജീവിതത്തിലെ എല്ലാ മേഖലകളെയും നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് കൂടി RSS എന്ന സംഘടനയുടെ പ്രവർത്തന സംവിധാനത്തെക്കുറിച്ചും പോഷക സംഘടനകളെക്കുറിച്ചും പൊതുമണ്ഡലത്തിൽ നിലനിന്നത് ഒരു പുകമറ മാത്രമായിരുന്നു. എന്നാൽ ആ പുകമറ ഇപ്പോൾ നീങ്ങുകയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ അധ്യാപകനായ ഡോക്ടർ ഫെലിക്സ് പാൽ നയിച്ച 6 വർഷം നീണ്ട ഗവേഷണം ലോകത്താകമാനം RSSുമായി ബന്ധപ്പെട്ട 2500ഓളം സംഘടനകളുടെ ഒരു വലിയ ശൃംഖലയെ വെളിപ്പെടുത്തുകയാണ്. 40 രാജ്യങ്ങളിലായാണ് ഈ വമ്പൻ ശൃംഖല പരന്നുകിടക്കുന്നത്. പ്രൈമറി സ്കൂളുകൾ മുതൽ മാധ്യമ സ്ഥാപനങ്ങൾ വരെ, തൊഴിലാളി സംഘടനകൾ മുതൽ മിലിറ്ററി റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഫീഡർ സ്കൂളുകൾ വരെ, ആശുപത്രികൾ മുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾ വരെ, സമൂഹത്തിന്റെ എല്ലാ തുറകളിലും സംഘപരിവാറിന്റെയും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും ശക്തമായ സാന്നിധ്യം ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ കണ്ടെത്തൽ. They did not want to conquer power. They wanted to conquer society. They wanted to reshape the mind, the psyche of society. That's still there, by the way. Yeah. That's still there. It has changed a bit. We will return to that, but it is still the main game, the main aim. You do not conquer power first, because power can go. You need to conquer society, because once you have society, power will come. ഇത് ചിതറിക്കിടക്കുന്ന കുറെ സംഘടനകളുടെ ചിത്രം മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ 100 വർഷങ്ങളിൽ രാഷ്ട്രീയാധികാരമടക്കം രാജ്യത്തെ എല്ലാ മേഖലകളെയും കീഴടക്കിക്കൊണ്ട് RSS എങ്ങനെ വളർന്നു വന്നു എന്നതിന്റെ വസ്തുതാപരമായ തെളിവുകളാണ്. ക്രിസ്റ്റഫർ ജാഫ്രലോട്ട് പറഞ്ഞതുപോലെ രാഷ്ട്രീയാധികാരം സംഘിന്റെ ലക്ഷ്യമേ ആയിരുന്നില്ല, മറിച്ച് സമൂഹത്തെ മുഴുവനായും കീഴടക്കുക എന്നതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ എങ്ങനെയൊക്കെയാണ് ഗ്രൗണ്ടിൽ നടപ്പാക്കുന്നത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആദ്യത്തെ പഠനമാണിത്. സ്വതന്ത്ര മാധ്യമമായ കാരവൻ ഈ വിവരങ്ങളെ ഫാക്ട് ചെക്ക് ചെയ്ത് ഒരു ഇന്ററാക്റ്റീവ് മാപ്പായി കഴിഞ്ഞ ഡിസംബറിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. സീയിങ് ദ സംഘ് എന്ന പേരിലുള്ള ഈ ബൃഹത് പഠനം പതിറ്റാണ്ടുകളായി നിലനിന്ന അവ്യക്തതയ്ക്ക് പരിഹാരമാവുകയാണ്. ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ വളർച്ചയെ കൂടുതൽ വ്യക്തമായി നോക്കിക്കാണാൻ ജനങ്ങളെ പ്രാപ്തരാക്കുകയാണ്. ഈ പഠനത്തിലെ കണ്ടെത്തലുകൾ ഉപയോഗിച്ച് RSSന്റെ ലോകത്തെ ആദ്യത്തെ നെറ്റ്വർക്ക് മാപ്പ് കൂടി കാരവൻ മാഗസിൻ പുറത്തിറക്കി.
ഫെലിക്സ് പാലിന്റെ കാഴ്ചപ്പാടിൽ സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ച് RSS ദുരൂഹത നിലനിർത്തുന്നതിന് 2 കാരണങ്ങളുണ്ടാകാം. ഒന്ന്, ആയിരക്കണക്കിന് സംഘടനകളുമായി നേരിട്ടുള്ള ബന്ധം അംഗീകരിക്കാതിരിക്കുക വഴി സാമ്പത്തികവും നിയമപരവുമായ പരിശോധനകളിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും. 2, സംഘപരിവാറിന്റെ ശക്തിയെയും വലിപ്പത്തെയും കുറിച്ച് അതിശയോക്തി കലർന്ന ഒരു നെറേറ്റീവ് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. സംഘപരിവാർ അനന്തമായി പരന്നുകിടക്കുന്ന ഒരു ശക്തിയാണെന്നും ജൈവികമായ ഹിന്ദു ദേശീയ വികാരങ്ങളിൽ നിന്ന് തികച്ചും സ്വാഭാവികമായി ഉണ്ടായി വന്ന സംഘടനയാണെന്നുമുള്ള തെറ്റിദ്ധാരണകൾ RSSന്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകമായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം തെറ്റിദ്ധാരണകളാണെന്നാണ് ഫെലിക്സ് പറയുന്നത്. സംഘപരിവാർ അനന്തമല്ല, അതിൻ്റെ ശക്തി സ്വാഭാവികമായി ഉണ്ടായി വന്നതുമല്ല. ഈ നെറ്റ്വർക്ക് മാപ്പിൽ RSSുമായി വ്യക്തവും ഭൗതികവുമായി ബന്ധമുള്ള 2500ഓളം സംഘടനകളെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ മാത്രം 2240 സംഘടനകൾ. സമാനമായ ആശയങ്ങൾ പങ്കിടുന്ന കുറേ സംഘടനകളുടെ വെറുമൊരു പട്ടികയല്ല ഇത്. ഒരേ വ്യക്തികൾ പൊതുവായ വിലാസങ്ങളിൽ നിന്ന് ഒരുമിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുകയും സാമ്പത്തിക സ്രോതസ്സുകൾ പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശൃംഖലയാണ്. പൊതുമണ്ഡലത്തിൽ ലഭ്യമായ രേഖകളുടെ സഹായത്തിലൂടെ മാത്രമാണ് ഗവേഷകർ ഈ ബന്ധങ്ങളെല്ലാം സ്ഥാപിക്കുന്നത്. അതെ, RSS ഇതിനെല്ലാം കൂട്ടിക്കെട്ടുന്ന ഒറ്റച്ചരടാണ്. മോഹൻ ഭാഗവത് പലപ്പോഴായി നിഷേധിച്ചിട്ടുള്ള ഈ സംഘടനാ ബന്ധങ്ങൾ ഇന്ന് പകൽ പോലെ വ്യക്തമാണ്. BJP സ്വാധീനം താരതമ്യേന കുറവെന്ന് പറയപ്പെടുന്ന കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ 212 സംഘടനകളുണ്ട്. രാജ്യത്തു തന്നെ ഏറ്റവും കൂടുതൽ പരിവാർ സംഘടനകളുള്ള സംസ്ഥാനങ്ങളിൽ 3ാമത്. 1ാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ്, 280 സംഘടനകൾ. സംഘപരിവാർ സംഘടനകളുടെ പരസ്പര ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അനേകം ഉദാഹരണങ്ങൾ ഈ പഠനത്തിലുണ്ട്. 25 വർഷം വിവേകാനന്ദ കേന്ദ്രത്തിന്റെ സാരഥിയായിരുന്ന P. പരമേശ്വരൻ എന്ന സംഘപ്രചാരകൻ തന്നെയാണ് കേസരി എന്ന കേരളത്തിലെ സംഘപരിവാർ മുഖപത്രത്തിന്റെ സ്ഥാപകനും. ഇതേ ആൾ തന്നെയാണ് തിരുവനന്തപുരത്തെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെയും പ്രാഗതി എന്ന ജേണലിന്റെയും സ്ഥാപകൻ. കേരളത്തിൽ ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്ന ഗീതാ സ്വാധ്യായ സമിതിയുടെയും പ്രധാന നടത്തിപ്പുകാരൻ ഇയാൾ തന്നെ. തൊഴിൽ മേഖലയിൽ കേരളത്തിൽ മാത്രം RSSുമായി ബന്ധപ്പെട്ട 22 യൂണിയനുകളുണ്ട്. എസ്റ്റേറ്റ് പ്ലാന്റേഷൻ തൊഴിലാളികൾ, ചെത്തു തൊഴിലാളികൾ, ടെയിലർമാർ എന്നിവരെല്ലാം ഈ സംഘടനകളിൽ ഉൾപ്പെടുന്നു. സംഘപരിവാറുമായി ബന്ധപ്പെട്ട 400 ഹോസ്റ്റലുകൾ ഇന്ത്യ ഒട്ടാകെ ഉണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ പലതും ഹിന്ദുത്വ അജണ്ടകളെ പരസ്യമായി പ്രചരിപ്പിക്കുന്നില്ലെങ്കിലും മതപരമായ ആചാരങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രോത്സാഹിപ്പിക്കുന്നവയാണ്. ഇതിനൊപ്പം തന്നെ വിവിധ ട്രെയിനിങ് സെന്ററുകളും വിജ്ഞാനോൽപാദന കേന്ദ്രങ്ങളും സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുണ്ട്. അതിലൊന്നാണ് വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. കശ്മീരിലെ സൈനിക ഇടപെടലുകൾക്കായുള്ള വിശദമായ പ്രപ്പോസലുകൾ ഈ പഠന കേന്ദ്രം പുറത്തുവിടാറുണ്ട്. കശ്മീരിലെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിനെ ന്യായീകരിക്കാൻ സർക്കാർ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഈ പഠനത്തെയാണെന്ന് കാരവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയലൻസ് എന്ന വിഭാഗത്തിൽ 19 സംഘടനകളെയും ഈ പഠനം ചൂണ്ടിക്കാട്ടുന്നു. വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും തന്നെയാണ് ഈ വിഭാഗത്തിൽ 1ാമത്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ രാജ്യമെമ്പാടും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടതും ഇതേ ബജ്രംഗ് ദൾ തന്നെയാണെന്ന് ഓർക്കുക. ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും അപ്പുറം സംഘടനയുടെ തന്നെ ചട്ടക്കൂടും അസംഖ്യം പോഷക സംഘടനകളും താഴെത്തട്ടിൽ അവയുടെ പ്രവർത്തനങ്ങളുമാണ് RSSന്റെ ശക്തി എന്നു തന്നെയാണ് ഈ ഗവേഷണം പറഞ്ഞുറപ്പിക്കുന്നത്. BJP അധികാരത്തിലെത്തിയതും 10 വർഷങ്ങൾക്കിപ്പുറവും അധികാരത്തിൽ തുടരുന്നതും ന്യൂനപക്ഷ വേട്ടകൾ തുടർക്കഥയാവുന്നതും തീവ്ര വലതുപക്ഷം രാജ്യത്ത് കൂടുതൽ ആഴത്തിൽ വേരുറപ്പിക്കുന്നതുമെല്ലാം എങ്ങനെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. കൂടുതൽ ആഴത്തിലേക്കും വ്യത്യസ്ത തലങ്ങളിലേക്കും ഈ പഠനത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കുക വഴി ഇനിയും നമുക്ക് മുന്നിലുള്ള അനേകം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഈ പഠനത്തിന് സാധിക്കുമെന്നതിൽ സംശയമില്ല.